ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഭാഗം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കുഞ്ഞു കൂട്ടുകാർ മറന്നു പോകരുതേ. പിന്നെ ഈ കൂടെ എന്താ ഒരു കാര്യം കൂടെ ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും മിസ് ക്ലാസ് എടുക്കുന്നത് കൂടെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എടുത്തൊന്ന് വെക്കുകയും വേണം കേട്ടോ. മിസ് പറയുന്നതിനനുസരിച്ച് കൂട്ടുകാരും കൂടെ കൂടെ പറഞ്ഞൊന്ന് ചെയ്തു പോകണേ. അപ്പൊ നിങ്ങൾക്ക് മാത്സ് എന്ത് ചെയ്യും? പെട്ടെന്ന് എളുപ്പമായിട്ട് മാറും. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളാണുള്ളത്? 35 കുട്ടികളുണ്ട് കേട്ടോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൽ 3/5 ഭാഗം എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 35 കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എഴുതി പോകാം. ആകെ കുട്ടികളുടെ എണ്ണം ആദ്യം എന്ത് എഴുതാം? ആകെ കുട്ടികളുടെ എണ്ണം. ആകെ കുട്ടികളുടെ എണ്ണം. ആകെ കുട്ടികളുടെ എണ്ണം കൂട്ടുകാർ തന്നെ പറഞ്ഞ എത്രയാണ്? ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ് അല്ലെ. ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. മിസ്സിന് എവിടുന്നാ 35 എന്ന് കിട്ടിയത്? ജസ്റ്റ് നോക്കിക്കേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം കേട്ടോ. ആരുടെ എണ്ണമാണ്? പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞേ? പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് അറിയാം. 35 കുട്ടികളുണ്ട്. അതിൽ എത്ര ഭാഗം എന്നാ പറഞ്ഞേക്കുന്നത്? 3/5 ഭാഗം പെൺകുട്ടികളാണ് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ 35 ഗുണിക്കണം 3/5 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. 35 ഇൻറ്റു 3 ചെയ്യാം കേട്ടോ. 35നെ 3 കൊണ്ട് ഗുണിക്കാം. ഡിവൈഡഡ് ബൈ എത്ര ചെയ്താൽ മതി? 5 ചെയ്താൽ മതി. 35 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 5. ആദ്യം നമുക്ക് 35നെ 3 കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ. 35 ഇൻറ്റു 3 അല്ലെ. 3 ഇൻറ്റു 5 അല്ലെങ്കിൽ 3 ഗുണിക്കണം 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ശിഷ്ടം എത്ര വരും? 1 വരും അല്ലെ. 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 9നെ 1 കൊണ്ട് കൂട്ടുമ്പോൾ എത്രയാണ്? 10 എന്ന് വരും. അപ്പൊ എത്രയാണ്? 105/5 എന്ന് വരും അല്ലെ. ഇനി 105നെ നമുക്ക് എത്ര കൊണ്ട് ഹരിച്ചു നോക്കാം? 5 കൊണ്ട് ഹരിച്ചു നോക്കാം. എത്ര വരും നോക്കാം അല്ലെ. 105 ഹരിക്കണം. ഈ കൂടെ തന്നെ കുഞ്ഞു കൂട്ടുകാരും ചെയ്ത് നോക്കണേ. 105 ഹരിക്കണം 5. 1ൽ 5 ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അടുത്ത ആളെ കൂട്ടിയെടുക്കുക. 10ൽ 5 എത്ര പ്രാവശ്യമാണ്? 10ൽ 5 2 പ്രാവശ്യം. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. ഇനി 5 താഴോട്ട് അതേപോലെ ഇറക്കി എഴുതുക. 5ൽ 5 ഒരു പ്രാവശ്യം. 1 ഗുണിക്കണം 5 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 5നെ 5 കൊണ്ട് 5ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 0 എന്ന് കിട്ടും അല്ലെ. അപ്പൊ എത്രയാണ്? 21 ആണ് കേട്ടോ. എത്രയാണ് കിട്ടുന്നത്? 21 പെൺകുട്ടികളുണ്ട് എന്ന് കിട്ടും. ഇതിന് വേറെ മെത്തേഡോടെ മിസ് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് എളുപ്പത്തിൽ ചെയ്യാൻ കേട്ടോ. 35 ഇൻറ്റു 3/5 ആണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 35 ബൈ അല്ലെങ്കിൽ ഹരിക്കണം 5 ചെയ്യുക. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 3 ചെയ്താൽ മതി കേട്ടോ. 35നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 7 എന്ന് കിട്ടും. 7 ഇൻറ്റു 3 എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 21 തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. 10 കിലോഗ്രാം അരി. എത്ര കിലോഗ്രാം അരിയാണ്? 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരേപോലെ നിറച്ചു. എത്ര സഞ്ചികളിലാണ് നിറച്ചത്? 8 സഞ്ചികളിൽ. ഇതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ഉണ്ട് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര സഞ്ചികളുണ്ട്? 8 സഞ്ചികളുണ്ട് അല്ലെ. മിസ് ജസ്റ്റ് സഞ്ചികൾ വരയ്ക്കാവേ. 1 2 3 4 5 6 7 8 സഞ്ചികളുണ്ട് കേട്ടോ. എത്ര സഞ്ചികളുണ്ട്? 8 സഞ്ചികളുണ്ട്. 8 സഞ്ചികളായില്ലേ? ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കണേ. ഇനി പറഞ്ഞേക്കുന്നത് 10 കിലോഗ്രാം അരിയാണ് ടോട്ടൽ നമ്മളെടുത്തുള്ളത്. എത്ര കിലോഗ്രാം ആണ്? 10 kg അരി ഉണ്ട്. അത് നമ്മൾ എത്ര പാക്കറ്റിലാക്കി മാറ്റിയിട്ടുണ്ട്? 10 കിലോഗ്രാം അരി നമ്മൾ 8 പാക്കറ്റിലായിട്ട് നിറച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 സഞ്ചി അരി, അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ, അപ്പൊ നമ്മൾ ആദ്യത്തെ 3 സഞ്ചി ആയിക്കോട്ടെ, ഈ 3 സഞ്ചിയിലെ അരി നമ്മൾ എന്ത് ചെയ്തു? ഒരു പാക്കറ്റിലോട്ട് ഒന്നിച്ചിട്ട് അങ്ങോട്ടാക്കി. അപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്? ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം അരി ഇതിലുണ്ടാവും എന്നാ. ഇതില് എത്ര കിലോഗ്രാം അരി ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാലോ. എളുപ്പമാണ് അല്ലെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആകെ
അരി. ആകെ എത്ര കിലോഗ്രാം അരി ഉണ്ട്? അപ്പൊ നമുക്ക് എഴുതാം ആകെയുള്ള അരി എന്ന് എഴുതാം അല്ലെ. ആകെ അരി എന്ന് മതി കേട്ടോ. ആകെ അരി എത്ര കിലോഗ്രാം ആണ്? 10 kg ആണ് കേട്ടോ. 10 കിലോഗ്രാം ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ്? എത്ര സഞ്ചിയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 3 സഞ്ചിയിലെ അരി എത്രയുണ്ട് അല്ലെ. അപ്പൊ 3 സഞ്ചിയിലെ അരി 3 സഞ്ചിയിലെ അരി 3 സഞ്ചിയിലെ അരി 3 സഞ്ചിയിലെ എന്താണ്? അരിയാണ് അല്ലെ. 3 സഞ്ചിയിലെ അരി. 3 സഞ്ചിയിലെ അരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്മളതിൽ 10 കിലോഗ്രാം ആണുള്ളത്. അപ്പോൾ 10ന് എന്ത് ചെയ്താൽ മതി? 3 കണ്ടുപിടിച്ചാൽ മതി പോരെ. 10 3/8 ചെയ്താൽ മതി കേട്ടോ. 3 പാക്കറ്റിലെ അരിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എത്ര പാക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്? 8 പാക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ 8ആണ് താഴെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 10 × 3 ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. 10 × 3/8 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 10 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലെ. അപ്പൊ 30/8 എത്രയാണ്? 8 എന്ന് എഴുതാം. 30 ഹരിക്കണം 8 എന്ന് എഴുതാം അല്ലെ. ഇനി 30/8 നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ചെറുതാക്കാൻ പറ്റൂ അല്ലെ. 30-ൽ എത്ര പ്രാവശ്യം 2 ഉള്ളത്? ഒന്ന് നോക്കിക്കേ. 30-ൽ എത്ര പ്രാവശ്യമാണ് 2 ഉള്ളത് എന്ന് നോക്കിക്കേ. 30-ൽ 2 15 പ്രാവശ്യം ഉണ്ട് അല്ലെ. 30-ൽ 2 എത്ര പ്രാവശ്യമാണ്? 15 പ്രാവശ്യം. ഇനി 8-ൽ 2 എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യമാണുള്ളത്. അപ്പൊ എത്ര കിട്ടും? 15/4 എന്ന് വരും കേട്ടോ. 15 എത്ര വരും? 4. അപ്പം ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമന്റ് ബോക്സ് ചോദിക്കണേ. അപ്പൊ 30-ൽ 2 എന്ന് പറയുന്നത് 15 പ്രാവശ്യമുണ്ട്. അതേപോലെ 8-ൽ 2 എന്ന് പറയുന്നത് 4 പ്രാവശ്യമുണ്ട് കേട്ടോ. അപ്പൊ 15 ഹരിക്കണം 4 ചെയ്ത് നമുക്കിതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം. അപ്പൊ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഹരിച്ചു നോക്കാം അല്ലെ. 15 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 15-ൽ 4 എത്ര പ്രാവശ്യം ഉള്ളത്? 3 പ്രാവശ്യം ഉണ്ട് കേട്ടോ. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. സിസ്റ്റം എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. സിസ്റ്റം എന്ന് പറയുന്നത് എത്രയാണ്? 3 തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 3/4 എന്ന് വരും അല്ലെ. എത്രയാണ് ആൻസർ വരുന്നത്? 3/4 എന്നാണ് ആൻസർ വരുന്നത്. നമ്മൾ ആദ്യം ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ. 3/4 kg എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് ഗ്രാൻഡായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അടുത്തത് എന്താ? ചിത്രത്തിലെ ചതുരത്തിന്റെ പരപ്പളവ് 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ചിത്രത്തിലെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 27 സെന്റിമീറ്റർ ആണ്. ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഇതിനെ എത്ര ഭാഗങ്ങളാക്കിയിരിക്കുന്നത്? 9 ഭാഗങ്ങൾ. അപ്പൊ നോക്കിക്കേ, 9 ഭാഗം 1 2 3 4 5 6 7 8 9. ശരിയാണ് അല്ലെ. 9 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. നിറം ഘടിപ്പിച്ച ഭാഗത്തിന്റെ പരപ്പളവ് കാണുക. ഏതിന്റെ പരപ്പളവാണ്? ഈ നിറം കൊടുത്തിരിക്കുന്ന ഈ 5 കോളത്തിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആകെ പരപ്പളവ് എന്ന് എഴുതാം അല്ലെ. ആദ്യം ആകെ പരപ്പളവ് എത്രയാന്ന് പറഞ്ഞു നോക്കിക്കേ. 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ് കേട്ടോ. സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ മൊത്തം എഴുതണേ. ചതുരശ്ര സെന്റിമീറ്റർ മൊത്തം എഴുതണം. ഇനി നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് അപ്പൊ ടോട്ടൽ പരപ്പളവ് അല്ലെങ്കിൽ ആകെ പരപ്പളവ് 27 ആണ് അല്ലെ. അപ്പം 27 × എത്ര കളത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത് എണ്ണി നോക്കിക്കേ. എത്ര കളത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്? 5 കളത്തിന് നിറം കൊടുത്തിട്ടുണ്ട് അല്ലെ. എത്ര കളത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്? 5 കളത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 കളത്തിനാണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 27 × 5 ടോട്ടൽ എത്ര കളമാണുള്ളത്? 9 കളങ്ങളുണ്ട് അല്ലെ. എത്ര കളമാണുള്ളത്? 9 കളം. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ
27 നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂ അല്ലേ? എന്നിട്ട് ഇൻറ്റു 5 ചെയ്താൽ മതി. പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യൽ, സിമ്പിൾ കേട്ടോ. 27 × 9 എന്ന് പറയുന്നത് 3 ആണ്. 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? 27 × 5 ഹരിക്കണം 9 ചെയ്താലും നമുക്ക് എത്ര ആൻസർ കിട്ടും? 15 തന്നെ ആൻസർ കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 15 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അടുത്തത് ചതുരങ്ങൾ വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കുക. നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? ചതുരങ്ങൾ വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഈ ഫലങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ജസ്റ്റ് കണക്കാക്കാനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കണക്കാക്കി നോക്കിയാലോ, എങ്ങനെയാ വരിക നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ എത്ര കൊടുത്തേക്കുന്നത്? 1/2 × 1/4 എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. 1/2 × എത്രയാ പറഞ്ഞേക്കുന്നത്? 1/4 എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ. എങ്ങനെയായിരിക്കും കണക്കാക്കുന്നത്? ആദ്യം ഞാൻ 2 കോളം വരയ്ക്കാൻ പോവാണേ. 2 കോളം വരയ്ക്കാണേ. 2 കോളം വരച്ചു. രണ്ട് കോളം വരച്ചു കേട്ടോ. അപ്പോൾ 1/4 എത്ര കൊണ്ടാണ്? 1/8 ആണ്. 1/2 × 1/4 ആണല്ലേ. അപ്പൊ എത്ര എണ്ണം വരണം? 1/8 എന്ന് വരണം കേട്ടോ. എത്ര വരേണ്ടത്? 1/8. അപ്പൊ ഞാൻ ആദ്യം 2 കോളം വരച്ചിട്ട് അതിനെന്ത് ചെയ്യാൻ പോവാണ്? 8 ആയിട്ട് ഭാഗിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? 2 വരച്ചു, പിന്നെ അതിനെ ഞാൻ എന്ത് ചെയ്തു? 8 അല്ല, 4 ആയിട്ട് ഭാഗിച്ചു. അപ്പൊ എത്ര കോളം വന്നു? 1 2 3 4 5 6 7 8 കോളം വന്നില്ലേ? ഇതിലൊരു കോളം 1/8 ആയിരിക്കും കേട്ടോ. ഇതിലൊരു കോളം എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. ആദ്യം എന്ത് ചെയ്യുക? ഈ 2 എടുത്തിട്ട് 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ വീണ്ടും എത്ര വരെയായിട്ട് ഡിവൈഡ് ചെയ്യണം? 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കോളം എന്ന് പറയുന്നത് 1/8 ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ, 1/3 × 1/6. അപ്പൊ എത്രയായിരിക്കും വരിക? 3നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 1/18 എന്ന് വരും അല്ലെ. 1/, എത്ര വരുന്നത്? 18 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ നമ്മൾ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് മെയിൻ 3 കോളം വരയ്ക്കാം. 3 കോളം മതിയല്ലോ അല്ലെ. കുറച്ച് വലുതായി പോയി കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് ഇതിനെ എത്രയായിട്ട് ഭാഗിക്കണം? 1/6 ആയിട്ട് ഭാഗിക്കണം കേട്ടോ. എത്രയായിട്ട് ഭാഗിക്കണം? 1/6. അതിൽ ഒരാൾ 6 ആയിട്ട് ഭാഗിച്ചാൽ മതി. 1 2 3 4 1 2 3 4 5 6 അല്ലേ. ഇത് നീട്ടി അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ എത്രയായി? 18 കോളായി കാണും കേട്ടോ. അപ്പൊ ഇതിലൊരു കോളം 1/18 ആയിരിക്കും. ഇതിലൊരു കോളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/18 ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, 18 കോളല്ലേ ഒന്ന് എണ്ണി നോക്കിക്കേ. ഇങ്ങോട്ട് 3 6 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 18 കോളം ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് അടുത്ത് പോയാലോ? 1/5 1/5 × 1/8 ആണ് അല്ലേ. അപ്പൊ എത്ര വരണം? 1/40 എന്ന് വരണം കേട്ടോ. അപ്പൊ എത്ര വരേണ്ടത്? 1/40. അപ്പൊ നമ്മൾ എത്ര കോളം ഫസ്റ്റ് വരയ്ക്കണം? 5 കോളം വരയ്ക്കണം കേട്ടോ. ആദ്യം ഇത് സംഖ്യ 5 ആയതുകൊണ്ട് 5 കോളം വരയ്ക്കാം. 1 2 3 4 5. ഇതിന് എത്രയായിട്ട് ഭാഗിക്കണം? 8 ആയിട്ട് ഭാഗിക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 ഞാൻ ഒന്നുകൂടെ അഡീഷണൽ കൊടുക്കുകയാണേ. 8 ആയിട്ട് ഭാഗിച്ചു. ഇതിലിനി എത്ര കളങ്ങൾ ഉണ്ടാവും? അതിലൊരു കളം എന്ന് പറയുന്നത് 1/40 ആയിരിക്കും കേട്ടോ. ഒരു കോളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/40 ആയിരിക്കും. അപ്പൊ സിമ്പിൾ ആണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം കിടക്കുന്ന സംഖ്യ 2 ആയതുകൊണ്ട് നമ്മൾ 2 കോളം വരയ്ക്കാം.
ഓക്കെ, 2 കോളത്തിന് എത്രയായിട്ട് ഭാഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്? 4 ആയിട്ട് ഭാഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2 കോളത്തിന് നമ്മൾ എന്ത് ചെയ്തു? 4 ആയിട്ട് ഇതാ ഇവിടെ ഭാഗിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് ഇവിടെ അടി കിടക്കുന്ന സംഖ്യ 3 ആയതുകൊണ്ട് 3 കോളം വരയ്ക്കുക. അതിന് എത്രയായിട്ട് ഭാഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്? 6 ആയിട്ട് ഭാഗിക്കാൻ. അപ്പോൾ ഒരു വര വരച്ചു, 2, 3, 4, 5, 6 കോളമാണ് അല്ലെ. അപ്പൊ എത്രയായിട്ട് നമ്മൾ ഭാഗിച്ചു? 6 ആയിട്ട് ഭാഗിച്ചു. നെക്സ്റ്റ് അടുത്ത എങ്ങനെയാ വരച്ചേക്കുന്നത്? അടുത്തത് 5 കോളം വരച്ചു അല്ലെ. 1, 2, 3, 4, 5 കോളം വരച്ചു. അതിന് ഇത്രയായിട്ട് വായിക്കാൻ? 8 ആയിട്ട്. 1, 2, 3, 4, 5, 6, 7, 8 ആയിട്ട് ഇതിന് എന്ത് ചെയ്തു? ഭാഗിക്കുകയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ അതിലൊരു കോളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/40 ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇങ്ങനെ തന്നെ വരച്ച് ചെയ്യണേ, എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഇത് ചെയ്യാൻ പിടികിട്ടുള്ളൂ കേട്ടോ. അടുത്ത് നോക്കിയാലോ, 1 മീറ്റർ നീളമുള്ള ചരട്. 1 മീറ്റർ നീളമുള്ള എന്താ പറഞ്ഞേക്കുന്നത്? ചരട് എന്നാ പറഞ്ഞേക്കുന്നത്. 5 സമഭാഗങ്ങളാക്കി. എത്ര സമഭാഗങ്ങളാക്കി? 5 സമഭാഗങ്ങളാക്കി. അതിലെ 1 മീറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാവേ. 1 മീറ്റർ നീളമുള്ള ഒരു ചരടാണെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. ഇതിനെ എത്ര ഭാഗങ്ങളാക്കി വീതിച്ചു? 5 ഭാഗങ്ങളാക്കിയേ. 1, 2, 3, 4, 5. ഓക്കെ, 5 ഭാഗങ്ങളായിട്ട് വീതിച്ചു. അതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്ര മീറ്റർ ആണ്? അതിലൊരു കഷ്ണം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതൊരു കഷ്ണമാക്കി എടുക്കുക. ഇതാ ഞാൻ മാറ്റി വരച്ചേ. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതിലൊരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്രയാണ് എന്നാ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൊരു കഷ്ണം, ഇതൊരു മൊത്തമുള്ള കഷ്ണം അല്ലേ, ഇതിനെ പകുതിയാക്കി വീതിച്ചു. പകുതിയുടെ ഈ ഭാഗത്തിന്റെ നീളം എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഇത് സെന്റിമീറ്ററിലോട്ട് പറയാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്തിലേക്ക് പറയാനാ പറഞ്ഞേക്കുന്നത്? സെന്റിമീറ്ററിൽ. അപ്പൊ ആദ്യം നമുക്ക് ഒരു കഷ്ണത്തിന്റെ നീളം കാണാം അല്ലെ. എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം 1 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതാം, ഒരു കഷ്ണത്തിന്റെ നീളം, ഒരു കഷ്ണത്തിന്റെ നീളം, ഒരു കഷ്ണത്തിന്റെ നീളം. അപ്പൊ ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആയിരുന്നു. അതിന് എത്ര ഭാഗങ്ങളായിട്ട് വീതിച്ചു? 5 ഭാഗങ്ങളായിട്ട് വീതിച്ചു അല്ലെ. അപ്പൊ 1/5 എന്ന് വരും. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളമാണ് കണക്കാക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം, ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം, ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള ഒന്നിന്റെ നീളം എന്ന് പറയുന്നത്, ഒരു കഷ്ണത്തിന്റെ നീളം 1/5 ആണ്. ശരിയല്ലേ? ഈ 1/5ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 ആണ് കണക്കാക്കേണ്ടത് കേട്ടോ. എത്രയാണ്? 1/2 അല്ലെ. പകുതി എന്ന് പറയുമ്പോൾ, ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സംഖ്യ എത്രയാണ്? 1/2 ആണ് അല്ലെ. അപ്പൊ 1നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 1 തന്നെയാണ്. 5 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് കേട്ടോ. 5 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ ആണ്. 10 ആണ് കേട്ടോ. അപ്പൊ 1/10 മീറ്റർ ആണ് ഒരു കഷ്ണത്തിന്റെ, ഇതേപോലത്തെ ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 1/10 ആണ് കേട്ടോ. എത്രയാണ്? 1/10 ആണ്. നെക്സ്റ്റ് ഇതിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സെന്റിമീറ്ററിൽ പറഞ്ഞാലോ, സെന്റിമീറ്റർ പറയാൻ എത്രയേ ഉള്ളൂ. 1/10 നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ. 1/10 എത്ര കൊണ്ട് ഗുണിക്കുക? 100 കൊണ്ട്. സിമ്പിൾ ആണ്. 1 × 100 എത്രയാണ്? താഴെ കിടക്കുന്ന സംഖ്യ എത്രയാണ്? 10 ആണ് അല്ലെ. ഇനി പൂജ്യങ്ങൾ വെട്ടുന്ന ഒരു പരിപാടി കാണിക്കാം കേട്ടോ. ഈ പൂജ്യം വെട്ടിക്കളയാം. പിടി കിട്ടിയോ? പൂജ്യങ്ങൾ താഴെ ഒരു പൂജ്യം ഉണ്ടെങ്കിൽ മുകളിലും ഒരു പൂജ്യം നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. 10 ഗുണിക്കണം, അപ്പം ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ആദ്യം ഒരു 1 ഉണ്ട്, പിന്നെ ഒരു ഇൻറ്റു ഉണ്ട്, പിന്നെ ഇവിടെ ഏത് സംഖ്യ ഉള്ളത്? 10 ആണ് അല്ലെ. 10 എഴുതുക. ഡിവൈഡഡ് ബൈ എത്രയാണ്? 0 വെട്ടി ഇവിടെ ആര് മാത്രമാണ് ബാക്കി? 1 മാത്രമാണ് അല്ലെ. അപ്പൊ 1 × 10 എന്ന് പറയുന്നത് 10 ആണ്. 10 ഹരിക്കണം 1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ. 10നെ 1 കൊണ്ട് ഹരിച്ച എത്ര തന്നെ കിട്ടും? 10. അത് സെന്റിമീറ്ററിലോട്ട് എഴുതുക. അപ്പം 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1 ലിറ്റർ പാല് ഒരേ വലിപ്പമുള്ള 2 കുപ്പിയിൽ നിറച്ചു. അപ്പൊ എന്താണ്? 1 ലിറ്റർ പാലാണ്. എത്ര ലിറ്റർ ആണ് നമ്മളടുത്ത് പാലുള്ളത്? 1 ലിറ്റർ ആണ് പാലുള്ളത്. അതെന്താ ചെയ്തേക്കുന്നത്? 2 കുപ്പിയിൽ നിറച്ചു. ഒരേ വലിപ്പമുള്ള 2 കുപ്പിയിൽ നിറച്ചു എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരേ വലിപ്പമുള്ള എന്ത് ചെയ്തു? 2 കുപ്പിയില്. അപ്പൊ ഞാൻ 2 കുപ്പി എടുക്കുകയാണ്. ഇതൊരു കുപ്പി, ഇത് രണ്ടാമത്തെ കുപ്പിയെ. അപ്പൊ ഇതിലും നിറച്ചിട്ടുണ്ട്, ഇതിലും ഒരേ വലിപ്പമുള്ള 2 കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്രയായിരിക്കും പാല് വരുന്നത്? ഇതിൽ 1 ലിറ്റർ ആണുള്ളത്. അതിൽ 1/2 ലിറ്റർ ഇതിലും വരും, 1/2 ലിറ്റർ ഇതിലും വരും അല്ലെ. രണ്ടിലും ഒരേ വലിപ്പം ആയതുകൊണ്ട് തന്നെ 1/2 ലിറ്റർ വീതമായിരിക്കും വരുന്നത്. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി.
അപ്പോൾ ഇതിൽ ഈ കുപ്പി ആയിക്കോട്ടെ, ഈ കുപ്പിയിൽ ഉള്ള പാല് മൊത്തം എത്ര ലിറ്റർ ആണെന്ന് പറഞ്ഞേക്കുന്നത്? 1/2 ലിറ്ററാണ് പാലുള്ളത്. അതിൽ നിന്ന് 1/4 ഭാഗം എടുത്ത്, 1/4 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 1/4 എന്നാ വരിക അല്ലേ? 1/4 ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ്? 1/4 ആയിട്ടാണ് കണക്കാക്കേണ്ടത്. 1/4 ലിറ്റർ അല്ലെങ്കിൽ 1/4 ഭാഗം എടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്? അപ്പൊ ചോദിച്ചേക്കുന്നത് എന്താണ്? എത്ര ലിറ്റർ പാലെടുത്തിട്ടാണ് ചായ ഉണ്ടാക്കിയത്? 1/4 ഭാഗം എടുത്ത് എന്നാട്ടോ പറഞ്ഞേക്കുന്നത്. 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. അപ്പൊ എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കണ്ടുപിടിക്കാലോ. അപ്പൊ എന്താണ്? ആകെ പാലെന്ന് എഴുതാം അല്ലെ? ആകെ പാൽ എത്ര ലിറ്റർ ആണ്? ആകെ പാല് 1 ലിറ്റർ ആണ് അല്ലേ? അത് 2 കുപ്പിയിലായിട്ട് വീതിച്ചു. കുപ്പിയിലെ പാലിന്റെ അളവെന്ന് എഴുതാം കേട്ടോ. കുപ്പിയിലെ പാലിന്റെ അളവ് എത്രയാണ്? കുപ്പിയിലെ പാലിന്റെ അളവ് എത്രയാണ്? 1/2 അല്ലേ? പാലിന്റെ അളവ് എത്രയാണ്? 1/2 ലിറ്റർ ആണ് കേട്ടോ. 1/2 ലിറ്റർ ആണ്. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ചായ ഉണ്ടാക്കാൻ എടുത്ത പാലിന്റെ അളവ് കണ്ടുപിടിക്കണം. ചായ ഉണ്ടാക്കാൻ എടുത്ത പാലിന്റെ അളവ് എത്രയായിരുന്നു? ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആയിരുന്നു. അതിൽ നിന്ന് 1/4 ഭാഗം എടുത്തു എന്നാണ് അല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. 2 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ എത്ര ലിറ്റർ ആണ് ചായ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്? 1/8 ലിറ്റർ ആണ് കേട്ടോ. ഇത് മില്ലി ലിറ്ററിൽ പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് എന്ത് ലിറ്ററിലാണ്? മില്ലി ലിറ്ററിൽ. അപ്പൊ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഗുണിക്കുക കേട്ടോ. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 1000 കൊണ്ട്. അപ്പൊ 1/8 ഇൻറ്റു എത്ര വരും? 1000 എന്ന് വരും. 1/8 ഇൻറ്റു എത്ര വരും? 1000. അപ്പൊ 1 ഇൻറ്റു എങ്ങനെ ചെയ്യണേ? 1 ഇൻറ്റു 1000/8. അപ്പൊ 1 ഇൻറ്റു 1000 എന്ന് പറയുന്നത് എത്രയാണ്? 1000 തന്നെയാണ്. 1000/8 എന്ന് വരും. 1000/8 എന്ന് പറയുന്നത് എത്രയാണ്? 125 മില്ലി ലിറ്റർ ആണ് കേട്ടോ. 125 എത്രയാണ്? മില്ലി ലിറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത്ര എന്ത് ചെയ്യാ? നന്നായിട്ട് നോക്കി പഠിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.